സ്തുതി. ഒരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നത് വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറ എന്നാണല്ലോ. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നല്ലൊരു ചോദ്യമാണ്. ഉത്തരം പറയുവാനായിട്ട് ശ്രമിക്കാം. നാം എല്ലാം മനുഷ്യരായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചവരാണ്. നമുക്ക് ചുറ്റും നോക്കുവാണെങ്കിൽ ഈ ലോകത്തിൽ അനേക മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോ മനുഷ്യനും മനുഷ്യനിൽ നിന്ന് തന്നെ ഈ ഭൂമിയിലേക്ക് ജനിച്ച മനുഷ്യരാണ്. ഇവരെല്ലാം മനുഷ്യൻ്റെ മക്കളാണ്, മനുഷ്യ കുടുംബമാണ്, മനുഷ്യ വംശമാണ്. നാം ചുറ്റുപാടിലേക്ക് നോക്കുവാണെങ്കിൽ ഒട്ടനവധി ജീവജാലങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോ ജീവജന്തുവിനും അതിൻ്റേതായ വംശമുണ്ട്. അത് ഉദ്ഭവിക്കുന്നത് അല്ലെങ്കിൽ അത് ജനിച്ച് ഈ ഭൂമിയിലേക്ക് വീഴുന്നത് അതിൻ്റെ തന്നെ വംശത്തിൽ നിന്നുമാണ്. അപ്രകാരം നാം ചിന്തിക്കുകയാണെങ്കിൽ ദൈവമക്കളും ഇതിൽ നിന്നും വിഭിന്നരല്ല. അവരും ജനിക്കുന്നത് ദൈവത്തിൽ നിന്നുമാണ്. ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. തിരുവചനം പരിശോധിച്ച് തിരുവചനാടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോഴാണ് അവൻ ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. നാം ദൈവമക്കൾ ആകുക എന്നുള്ളത് നാം സ്വീകരിക്കുന്ന ഒരു തീരുമാനവും ഒരു അധികാരവുമാണ്. തിരുവചനാടിസ്ഥാനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കൾ ആകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു. ഇപ്രകാരം നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ക്രിസ്തുവിൽ പങ്കാളികളായി തീരുകയും ദൈവമക്കളായി തീരുകയും ചെയ്യുന്നു. അവർ പിന്നെ ലോകാനുരൂപരല്ല, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുന്നവരാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആത്മാവിനെ അനുസരിച്ച് ആത്മാവിനെ കേട്ട് ജീവിക്കുന്നവരാണ്. തിരുവചനം അതിന് സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്. ദൈവമക്കൾ എന്നതിന് തിരുവചനം നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കൾ. ഇങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു എന്ന് വചനം പറയുന്നുണ്ടല്ലോ. ഇനി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഈ ലോകത്തിൽ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആയിത്തീരുക എന്നുള്ളതാണ്. അങ്ങനെ നാം അവരുടെ ഇടയിൽ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളെ അവരുടെ ഫലം കൊണ്ട് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ അവരിൽ നിന്നും വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയാകും. അങ്ങനെ അവർ ഈ ലോകത്തിൽ ദൈവരാജ്യം അലങ്കരിക്കുന്നവരായിരിക്കും.